ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ് നബിസ്നേഹം എന്ന് പറയുന്നത്. ഉഹദിൻ്റെ രണഭൂമിയിൽ സ്വന്തം പിതാവിനെയും ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെട്ട ഒരൻസ്വാരിയത്തായ വനിതയുടെ സമീപത്ത് ആളുകൾ വന്ന് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ വാപ്പ മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് മാദാ ഫഅല റസൂലുള്ളാഹ്, നബിതങ്ങൾക്ക് എന്തു പറ്റി എന്നാണ്. തൻ്റെ ഭർത്താവും മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിക്കുന്നത് തങ്ങൾക്കെന്തു പറ്റി. മകനും ഷഹീദായിരിക്കുന്നു എന്ന് പറയുമ്പോഴും ആ സ്ത്രീ ചോദിക്കുന്നത് മാ ഫഅല റസൂലുള്ളാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സേഫാണ്, സുരക്ഷിതമാണ് എന്ന് പറയുമ്പോൾ ആ ഉമ്മ പറയുന്നു വകുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്, അങ്ങയ്ക്കൊന്നും പറ്റിയില്ലെങ്കിൽ അതിനപ്പുറത്ത് വേറെ ഒരു മുസീബത്തും ഞങ്ങൾക്ക് പ്രശ്നമല്ല, അതെല്ലാം നിഷ്പ്രഭമാണ് എന്ന് പറഞ്ഞിട്ടുള്ള അൻസ്വാരിയത്തായ സ്വഹാബി വനിതയെ നാം ഇവിടെ ഓർക്കുകയാണ്. പാലസ്തീനിൻ്റെ മണ്ണിൽ ഗസയുടെ തെരുവോരങ്ങളിൽ എല്ലും തോലുമായി മാറിയിട്ടുള്ള കുഞ്ഞുമക്കളുടെ ചിത്രങ്ങൾ നാം കാണുന്നുണ്ട്. നാം കാണാത്തതേറെയുണ്ട്. എല്ലും തോലുമായി കിടക്കുന്ന പേക്കോലങ്ങൾ എന്ന് പറയുന്ന ആ മനുഷ്യ ശരീരത്തിലേക്കാണ് ബോംബുകൾ തുളച്ചു കയറുന്നത്. ടാങ്കുകളുമായി കരസേന ആഞ്ഞടിക്കുന്നത് സാധാരണ പൗരന്മാർക്കു നേരെയാണ്. ആ ശരീരത്തിൻ്റെ ആ എല്ലുകളാണ് ചർമ്മം ഭേദിച്ച് പുറത്തേക്ക് വരുന്നത്. ആ പൂമുഖങ്ങളിലാണ് മുറിവുകളേറ്റ് കുഞ്ഞുങ്ങളുടെ കണ്ണ് നശിക്കുന്നത്. എന്നിട്ടും ആ സമയത്ത് ആ കുഞ്ഞുമക്കൾ ചേർന്നിരുന്നു കൊണ്ട് പുന്നാര നബിതങ്ങളുടെ മദ്ഹുകൾ പാടുന്നത് വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. നോക്കി നിൽക്കുകയല്ലാതെ നമുക്കെന്ത് ചെയ്യാനുണ്ട്? നമുക്ക് കൈ രണ്ടും ഉയർത്താം, അള്ളാഹുവിലേക്ക് ഉയർത്താം. നനഞ്ഞ കണ്ണുകളുമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മുഅ്മിനീങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ അവൻ്റെ കാരുണ്യം വർഷിക്കുന്നുണ്ട്. ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ അഖിലവും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അതിൽ അള്ളാഹുവിൻ്റെ അസ്റാറുകളുണ്ട്. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നാം രാജ്യം അല്ല, രാജ്യങ്ങളാണ് അതിന് മുന്നോട്ട് വരേണ്ടത്. മനുഷ്യർ സാധാരണ പൗരന്മാരെന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ള ഇന്ന് ലോകത്ത് പലതരം യുദ്ധങ്ങളുണ്ട്. കേവലം ടാങ്കുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളല്ല. സാമ്പത്തികമായി യുദ്ധക്കൊതിയന്മാരായ മനുഷ്യരക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന ആളുകളെ സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇന്ന് പല രാജ്യങ്ങളും കീഴടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗസയിലെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത സിയോണിസ്റ്റ് യഹൂദ കണ്ണുകൾക്ക് ഏറ്റവും വലിയ പ്രഹരമായത് അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകത്ത് ബോയ്ക്കോട്ട് ചെയ്യപ്പെട്ടതാണ്. മനുഷ്യരുടെ നിത്യോപയോഗ വസ്തുക്കളാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ. നിത്യോപയോഗ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അത്യാവശ്യ വസ്തുക്കൾ അല്ല, അവശ്യ വസ്തുക്കളല്ല, മറിച്ച് മനുഷ്യൻ അടിമയായി മാറിയിട്ടുള്ള കാർബോണിക് പാനീയങ്ങളുടെയും ചോക്ലേറ്റുകളുടെയും അതുപോലെയുള്ള മനുഷ്യൻ നിത്യമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് സിയോണിസ്റ്റുകൾ ലോകത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. അവയെ ബോയ്ക്കോട്ട് ചെയ്ത് പല രാജ്യങ്ങളും സ്വന്തമായി ഉൽപ്പന്നങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യമടക്കം ശക്തമായ തീരുമാനം ഇസ്രായേലിൻ്റെ ക്രൂരതക്കെതിരെ എടുത്തിട്ടുണ്ട്. ഇവിടെ മനുഷ്യരാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ നിർമാർജനമാണ്, അവയെ ബഹിഷ്കരിക്കുക എന്നതാണ്. ഞാനതിൻ്റെ പേരുകൂടെ പറഞ്ഞ് അതിൻ്റെ ഒരു പരസ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കറുത്തതും ബ്രൗൺ കളറിലുമുള്ള പാനീയങ്ങൾ നാടുനീളെ വിറ്റയിക്കുന്ന കല്യാണത്തിൻ്റെ മേശകളിൽ പോലും വിളമ്പുന്ന ആ കുപ്പികൾ അത് മദ്യത്തിൻ്റേതല്ല, അടിമത്വത്തിൻ്റേതാണ്.
അത് ക്രൂരതയ്ക്ക് വേണ്ടി സഹായിക്കുന്ന കുപ്പികളാണ്. മനുഷ്യനെ രോഗിയാക്കുന്നു എന്നതിന് പുറമെ അത് കാടത്വത്തിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മനുഷ്യനെ നശിപ്പിക്കുന്ന നാശീകാരങ്ങളായ വസ്തുക്കൾ ചേർത്തുകൊണ്ട് ഇറക്കുന്ന ചോക്ലേറ്റ് കമ്പനികളിൽ പലതും ഈ രാജ്യത്തിൻ്റെതാണ്. അതിൻ്റെ എല്ലാം ലിസ്റ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപയോഗിക്കാതിരിക്കാൻ കഴിയുമോ എന്നതാണ് അത്തരം കാര്യങ്ങളോട് സാധാരണക്കാരനായ മനുഷ്യർക്ക് ലോകത്ത് മുഴുവനും ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പാലസ്തീനിൻ്റെ മക്കളെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവർ വഴിവിട്ട ജീവിതമാണ്, അവർ ഹിജാബില്ലാത്തവരാണ്, അല്ലെങ്കിൽ ആ നിലക്കുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സ്വഭാവം ആളുകളിലുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അബൂ മെഹിജൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി തൻ്റെ വ്യക്തിപരമായ ദൗർബല്യങ്ങളുടെയും ശിക്ഷയുടെയും നടുവിലാണ് പ്രവാചക സ്നേഹം പ്രഖ്യാപിക്കുന്നത് എന്നോർക്കണം. അവരെന്താണ്? മനുഷ്യ സഹജമായ തെറ്റുകൾ സംഭവിക്കുമ്പോഴും ഹൃദയത്തിൽ ഈമാനും സ്നേഹവും കാത്തു സൂക്ഷിക്കുക എന്നത് അത് മനുഷ്യർക്കുണ്ടാകുന്ന കാര്യമാണ്. മദ്യപാനം എന്ന ദൗർബല്യത്തിന് അടിമപ്പെട്ട ഒരു മനുഷ്യൻ ഇസ്ലാമിക നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുമ്പോഴും ശിക്ഷ ഏറ്റുവാങ്ങുമ്പോഴും അദ്ദേഹം വിളിച്ചു പറയുന്നത് വല്ലാഹി ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്നാണ്. അതാണ് ഈ മക്കളുടെ മൗലിദാഘോഷത്തിൽ നിന്ന് ശബ്ദം ഉയർത്താൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങൾ മൗലിദിൻ്റെ ഈരടികൾ സംയുക്തമായി പാടുന്ന വീഡിയോകൾ നമ്മോട് പറയുന്നത്. അവരനുഭവിക്കുന്ന കൊടിയ അനീതിയുടെ വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സുകൾ പിടക്കേണ്ടതുണ്ട്. ഇന്നലെ മാത്രം 79 ഫലസ്തീനികളാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പോഷകാഹാരക്കുറവ് മൂലം മരണപ്പെട്ടവരുടെ എണ്ണം 435ആണ്. 147 പേരും പിഞ്ചു കുഞ്ഞുങ്ങളാണ്. 60,000-ലേറെ ആളുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് നാം ഓർക്കണം. മനുഷ്യത്വരഹിതമായ ഈ താല്പര്യങ്ങൾക്കെതിരെ നാം തീർച്ചയായും പിന്തുണ നൽകേണ്ടതുണ്ട്. ഗസയെ ഒരു റിയൽ എസ്റ്റേറ്റ് ബൊനാൻസയാക്കി മാറ്റാനുള്ള ബിസിനസ് പ്ലാൻ ഉണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ ധനമന്ത്രി പറഞ്ഞത്. അതിനൊപ്പിച്ചുകൊണ്ട് യാങ്കി മാമൻ കുറച്ചു നാളുകൾക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യമക്കളെ കൊന്നൊടുക്കിയും കെട്ടിടങ്ങൾ തച്ചു തകർത്തും ക്ഷാരഭൂമിയാക്കി മാറ്റിയിട്ട് ആ അതിമനോഹരമായ ബാറക്ന ഹൗലഹു എന്ന് പറഞ്ഞിട്ടുള്ള അതിവിശിഷ്ടമായ ഫ്രൂട്ട്സുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെയ്ത്തൂനിൻ്റെ മണ്ണ്, ആപ്പിളിൻ്റെയും ആപ്രിക്കോട്ടിൻ്റെയും മണ്ണ്, അത് വിറ്റു കാശാക്കാൻ വേണ്ടിയുള്ള രാക്ഷസ മനസ്സുകളാണ് അപ്പുറം കാണുന്നത് എന്ന് തിരിച്ചറിയാൻ എന്നാണ് ലോകത്തിന് കഴിയുക എന്ന് ഉയരാത്ത ശബ്ദങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലസ്തീനു ളാഅത് വന്നബിയ്യു മുഹമ്മദു യറാ ഫൗഖ മസ്റാഹു ഫസാദു ബുഗാതി വയസ്തസ്രിഖുൽ ഉർബൽ മയാമീന നജ്ദതൻ വലം യബ്ഖ ഇല്ലൽ വഅദു ബിൽ കലിമാതി എന്ന് പറഞ്ഞുകൊണ്ട് സലീമു സഅനൂൻ എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ കവിയുടെ ഈരടികൾ ഇന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ഇരുകൈകളും ഉയർത്തി. അള്ളാഹു മുഅ്മിനീങ്ങളെ രക്ഷിക്കട്ടെ, പാവപ്പെട്ട മനുഷ്യരെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് ദുആ